സംഭരിച്ച് നമുക്ക് സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കടൽ ക്ലൗഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും കാലം ഞാൻ ഇട്ടിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് അത്ര സ്പെഷ്യൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ടൈറ്റിലും തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? എന്നൊക്കെ ഒരു ആവശ്യത്തിന് പുറത്തു പോകും. അന്നൊക്കെ എൻ്റെ മുഖത്ത് കുറേ കുരു ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് പതിവിലെക്കാളും കൂടുതൽ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ മുഖത്ത് എത്ര കുരുണ്ട്, പാടുണ്ട്, കുഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിയതാണ് ഇപ്പോൾ കണ്ടത്. സോ ദിസ് ഡേ നമുക്ക് 2 ലക്ഷ്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഗോൾഡ് എടുക്കാൻ പോവുക. രണ്ടാമത്, അജിക്കൊരു ലാപ്ടോപ്പ് എടുക്കാൻ പോവുക. ബട്ട് ഇതുവരെ പുറത്തു പോയിട്ട് എന്തിനാണോ നമ്മൾ പുറത്തു പോകുന്നത് അത് മാത്രം ചെയ്ത് വീടെത്തിയ ചരിത്രം ഉണ്ടായിട്ടില്ല. സോ ഇപ്രാവശ്യം ആ ചരിത്രം അങ്ങോട്ട് തെറ്റിക്കാൻ നിന്നൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് വെസ്റ്റ് സൈഡിലോട്ടായിരുന്നു. എന്തോ അനിമയുടെ പുതിയ മെർച്ച് എന്തോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലുകുത്തിയ സ്ഥിതിക്ക് വല്ലതൊക്കെ നോക്കാലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. നോട്ട് ദ പോയിന്റ്, ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ എന്നാലും ഷോപ്പിങ്ങിന് ഒരു കുറവുമില്ല. ആ ഒരു ദിവസം മൊത്തത്തിൽ നീല ഇട്ടോണ്ടാണോ എന്നറിയില്ല, നീല കളർ ബാഗും നീല കളർ ഗ്ലാസും ഇതൊക്കെയായിരുന്നു കണ്ണിൽ ഉടക്കിയിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സിന് മാച്ച് ആയിരുന്നു എന്നുള്ള ഒറ്റൊരു റീസൺ കൊണ്ട് എന്റെ തലേക്കാ വലുതായിട്ടുള്ള ഈ ഒരു സൺഗ്ലാസ് ഞാൻ വാങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇനി നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പോയിരുന്നു. പക്ഷെ അല്ല ഗൈസ്, തൊട്ടടുത്തുള്ള സ്റ്റൈൽ യൂണിയനിലാണ് നമ്മൾ അടുത്തത് പോയത്. പ്രത്യേകിച്ച് അങ്ങനെ ഇത് വാങ്ങണം അത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പോയതൊന്നും അല്ല. എനിക്കിങ്ങനെ ഓരോ കടകളിലൊക്കെ കയറി എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാ പുതിയ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നോക്കാനാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ചേരുന്ന പോലത്തെ സംഭവം ഒന്നും കണ്ടില്ല. പക്ഷെ ഒരു സാധനം എനിക്ക് കിട്ടി, ഒരു പജാമ പാൻസ്. അതും വാങ്ങിച്ചു. പിന്നെ ഒരു പിങ്ക് കളർ ഐലൈനറും കൂടെ വാങ്ങിച്ചു. എന്തിനാ? ഒരു കാര്യമില്ല, ചുമ്മാ. ഇപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പോയി എന്ന് വിചാരിക്കും. പക്ഷെ തെറ്റി. നമ്മൾ വീണ്ടും അടുത്ത കടയിലോട്ട് പോയി. എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി എൻ്റെ അടുത്തൊരു ബൊക്കെ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാറ്റിൻ റിബൺ ഒക്കെ വെച്ചൊരു സാറ്റിൻ റോസ് ഉണ്ടാക്കിയിട്ടുള്ള ബൊക്കയില്ലേ, അതുപോലത്തെ ഒരു ബൊക്കെ. ഞാൻ ഇന്നേ വരെ അങ്ങനെ പുറമേക്ക് ഒരാൾക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ ചേച്ചി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബൊക്കെ ഷീറ്റും പിന്നെ കുറച്ച് സാറ്റിൻ റിബൺ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് തീമാട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ബൊക്കെ ഷീറ്റ് നമുക്ക് ബ്ലാക്ക് കളർ കിട്ടി. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് സാറ്റിൻ റിബൺ റെഡ് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ പോയി കഴിഞ്ഞപ്പോൾ അജി എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞാണ് 2 വാങ്ങി വെച്ചോ, എങ്ങാനും തീർന്നാലോ എന്നൊക്കെ. പക്ഷെ എനിക്കന്ന് ഭയങ്കര അഹങ്കാരമായിരുന്നു. റെഡ് കളറൊക്കെ നമുക്ക് എല്ലാവിടെയും കിട്ടും, അതൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ റെഡ് കളർ കിട്ടിയില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ ഏകദേശം 3-3:30 ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്ന ടൈമിൽ കുറേ കമൻറ്റ്സ് കണ്ടിട്ടുണ്ട്, ഞാൻ ലെഫ്റ്റ് ഹാൻഡർ ആണോ, ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണോ കഴിക്കുക എന്നൊക്കെ. ഞാനിങ്ങനെ സ്വന്തമായിട്ടാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാനെപ്പോഴും ഫ്രണ്ട് ക്യാം വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അപ്പോൾ ഫ്രണ്ട് ക്യാമിൽ റൈറ്റ് ഹാൻഡ് വെച്ച് കഴിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടായിരിക്കും കാണുക. അല്ലാതെ ഞാൻ ലെഫ്റ്റ് ഹാൻഡർ അല്ല ഗൈസ്, റൈറ്റ് വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത്. ഇനിയാണ് നമ്മൾ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുന്നത്. ഫസ്റ്റ് ലാപ്ടോപ്പ് നോക്കാനായിട്ട് മൈജിയിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നോക്കിപ്പോയ മോഡൽ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി ക്രോമയിലോട്ട് പോയി. ക്രോമയുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ക്രോമക്കാരുടെ കാര്യമൊക്കെ പറയാം. പിന്നെ ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ തന്നെ ലാപ്ടോപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഗോൾഡ് എടുക്കാൻ പോവുക എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തി. ഹലോ ഗൈസ്, വീണ്ടും ഞാനൊരു വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇരുന്നേ ഉള്ളൂ. പക്ഷെ മൈക്ക് ചെറുതായിട്ടൊന്ന് മ്യൂട്ട് ചെയ്തു. സോ ഞാൻ എന്തൊക്കെയോ കുറേ ഫ്ലോയിൽ പറഞ്ഞതാണ്, ഒക്കെ വിട്ടുപോയി. സോ ഇനി നമ്മൾ പോകുന്നത് ഗോൾഡ് എടുക്കാനാണ്. ഗോൾഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു ബിഗ് ഗേൾ പർച്ചേസാണ്.
ഫസ്റ്റ് ഞാനൊരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെൻ്റെ ഒരു 3rd ബിഗ് ഗേൾ പർച്ചേസ് ആയിരിക്കും. ഓക്കെ, സാധാരണ ഞാനും അമ്മയും അമ്മൂമ്മയൊക്കെ കൂടെയാണ് ഗോൾഡ് എടുക്കാൻ പോകാറുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ഇന്നേ വരെ വലിയ പർച്ചേസസിന് അങ്ങനെ പോയിട്ടില്ല. അമ്മയുടെ ഫോൺ എടുക്കാൻ പോയ സമയത്ത് അജി ഞാനും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഐഫോൺ എടുക്കുന്ന സമയത്ത് അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഗോൾഡ് എടുക്കുമ്പോൾ സ്ഥിരം അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗോൾഡ് എടുക്കണം, ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാൻ അവർക്ക് എടുക്കാൻ പോവുകയാണെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് എനിക്ക് പുറത്ത് ഒരു ബൊക്കെ ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് പുറത്തിറങ്ങിയത്. സോ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരിക്കും ജി? ഓ ഗോൾഡ് എടുത്താ, അതെന്നെ ആയിരിക്കും റിയാക്ഷൻ. അങ്ങനെ ഭയങ്കര ഭീകര റിയാക്ഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ ഗോൾഡ് എടുക്കാനായിട്ട് ജോസ്കോയിലോട്ടാണ് പോകുന്നത്. നല്ല ടെൻഷനുണ്ട് എനിക്ക് എന്താ പറയുക, കലോത്സവത്തിന് ബാക്ക് സ്റ്റേജിൽ നിൽക്കണ ഒരു ടെൻഷൻ, വൈവയ്ക്ക് ഉള്ളിൽ കയറുന്ന ആ ഒരു ടെൻഷൻ. സോ എന്തായാലും ധൈര്യമൊക്കെ സംഭരിച്ച് നമുക്ക് നേരെ എവിടെ പോവാം? ജോസ്കോയിലോട്ട് പോവാം. ബൈ. ഇപ്പൊ പോകുമ്പോ പിന്നെ എന്താ വാങ്ങുന്നതെന്ന് പറഞ്ഞില്ല. എന്താ വാങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്മൽ വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ കമ്മലിടാറില്ല. മോതിരം വാങ്ങാന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറേ മോതിരമുണ്ട്, പക്ഷേ അതൊന്നും ഇടാറില്ല. ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കയ്യിൽ ബ്രേസ്ലെറ്റ് ഇട്ട കാർഡ് പോലും ഇല്ല. പിന്നെ എന്തപ്പോൾ വാങ്ങുക. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് അവിടെ പോകുമ്പോൾ എന്താ നല്ലത് അങ്ങനെ വാങ്ങാന്ന്. പക്ഷെ അവിടെ കയറി പോകുമ്പോൾ തന്നെ അവർ എന്താ മാഡം വേണ്ടത് എന്ന് ഇവിടെ ചോദിക്കും. അപ്പം നമ്മൾ അറിയില്ല, ഞങ്ങളൊന്നും തെരഞ്ഞു നോക്കട്ടെ പറയേണ്ടി വരും. പിന്നെ ഉള്ള പ്ലാന് ഒരു നെക്ലസ് വാങ്ങാൻ, ചെറിയൊരു നെക്ലസ് വാങ്ങാന്നാണ്. അപ്പം നമുക്ക് പോയിട്ട് കാണാം. അവിടെ പോയി ഞാൻ വീഡിയോ എടുക്കും. നിങ്ങൾ വീഡിയോ എടുക്കുമോ? വീഡിയോ എടുക്കുന്നൊക്കെയാണ്, പക്ഷേ 4 ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ പൊങ്ങുമെന്ന് എനിക്കറിയില്ല. സോ നമുക്ക് എന്തായാലും പോവാം. എനിക്ക് പേടിയുണ്ട്. ഓക്കെ പോവാം. സക്സസ്ഫുള്ളി നമ്മൾ ജ്വല്ലറിയുടെ അകത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചി വന്നിട്ട് എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നെക്ലസ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ നടന്നു പോണ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടനാണ് എല്ലാ തവണയും ഞങ്ങൾ പോണ സമയത്ത് എടുത്തു തരാറുള്ളത്. കറക്റ്റ് സമയത്ത് ആളെ തന്നെ കിട്ടി. ആളെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഡയമണ്ട് സെക്ഷനിൽ കുറേ പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അത് നോക്കാം. ആൻഡ് ഐ ഷുഡ് സേ ഗൈസ്, ഈ കളക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇതേപോലത്തെ സംഭവമൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഡെയിലി വെയറോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് കുറച്ച് എന്താ പറയുക വെറൈറ്റി പോലെ ഇടാൻ പറ്റുന്ന ഐറ്റംസ്. ആൻഡ് ലുക്ക് വാട്ട് ഐ ഗോട്ട്. നല്ല തിന്നായിട്ടുള്ള മാല, അതും നല്ല പുതിയ മോഡേൺ ഡിസൈൻസ് ഉള്ള മാല. ആൻഡ് ഈ കാണിച്ച എല്ലാ സാധനവും എൻ്റെ ബഡ്ജറ്റ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ അടുത്ത കാലത്ത് ഗോൾഡ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഡെയിലി വെയർ പോലത്തെ സാധനമൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കളക്ഷൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം സിംഗിൾ പീസസേ ഉള്ളൂ, പക്ഷെ എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ല സാധാരണ ഈ ഡയമണ്ട് തിരിച്ചു കൊടുത്ത വാല്യൂ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നോർമൽ സ്റ്റോൺ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടാവില്ല. ഇത് IGI സർട്ടിഫിക്കേഷനാണ്. എന്ന് കൊടുത്താൽ ഡയമണ്ടൊക്കെ എവിടെ പക്ഷേ ഇത് കുറച്ചും കൂടെ കോമൺ ഫീൽ ചെയ്യും. അത് കുറച്ചും കൂടെ നല്ല കവേർഡ്. പിന്നെ ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കയറ്റി ഇറക്കും, ഓരോ ഡ്രസ്സിനനുസരിച്ച് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഗോൾഡ് തിരിച്ചു കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ടൈമിൽ എത്രയാണ് അതിന് വേണം? നല്ല സിമ്പിളായിട്ട് ഏറ്റവും ഭംഗിയുള്ള ഫസ്റ്റ് ഒന്ന് മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും തെളിയുള്ള സമയത്ത് ഡ്രസ്സാണ് ശ്രമിക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ഫസ്റ്റ് കണ്ണെടുക്കും, ഇല്ലെങ്കിൽ കുഴഞ്ഞ് ഏതെങ്കിലും ഒരെണ്ണെടുക്കും. ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പിങ്ക് കളർ സെന്ററിൽ
നെക്ലസ് ഫീൽ ആയി, മറ്റത് കുറച്ചും കൂടി ഒരു അല്ലെങ്കിൽ നഗാസിൻ്റെ ആൻറ്റിക്കിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു എടുക്കാം, അതൊരു ജിം. പിന്നെ ലോക്കറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് കൂടി പിന്നെ അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് അത് ബഡ്ജറ്റ് കൂടി കയറി വരും. ഇതുപോലെ ചെയിനും പെൻഡന്റും വരുന്ന കളക്ഷൻസും ഒരുപാടുണ്ടായിരുന്നു. എല്ലാം നല്ല എന്താ പറയുക എസ്തെറ്റിക് ആയിട്ടുള്ള സാധനമായിരുന്നു. എൻ്റെ അടുത്ത് ഉള്ളത് ഒരു ചെയിനും പെൻഡന്റും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നെക്ലസ് പോലത്തെ സംഭവമായിരുന്നു ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഗുണ്ടബിനു സെറ്റപ്പിൽ കുറേ ബ്രേസ്ലെറ്റും ഉണ്ടായിരുന്നു. ആൻഡ് ഒരു കാര്യം എനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, എനിക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനൊരു ബഡ്ജറ്റ് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെ എനിക്ക് ആ ചെയിനും ഒരു ബ്രേസ്ലെറ്റും എടുക്കാൻ പറ്റി. വഴിക്ക് പോണല്ലേ. ഞാൻ ഫൈനലി സെലക്ട് ചെയ്തത് ആ ഫസ്റ്റ് കണ്ട മാലയും പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റും ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് സന്തോഷം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രയും കാലം ഞാൻ ജ്വല്ലറീസിൽ കയറി ഇറങ്ങിയിട്ട് ഇതുവരെ ഞാൻ നെക്ലസസും കാര്യങ്ങളും ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതായത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ച് പോകുന്ന മോതിരം, വള അല്ലെങ്കിൽ മാല അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് നോക്കും, അല്ലാതെ ഇതേപോലത്തെ വലിയ വലിയ നെക്ലസസ് ഒന്നും ഞാൻ ഇതുവരെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നെക്ലസ് നമ്മുടെ ജോസ്കോന്റെ ആഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു മാല എല്ലാം കൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ എടുക്കാൻ പോകുന്നത്. ആ ദിവസം തന്നെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കുറച്ച് നെക്ലസസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം ചേട്ടൻ. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ചേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചോ, കാരണം നല്ല സെലക്ഷൻ സെൻസ് ആണ്. അതായത് ഒരു 10 സാധനം നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക കറക്റ്റ് അതേ സാധനം നോക്കി എടുത്തോണ്ട് വരും. ഒരുപാട് വലിയല്ലേ നീ എങ്ങനെ വിടാറ്? നീ നോക്കണ്ടാവും ഇടാൻ പറ്റാത്ത പോലെ. I am so proud. I am so proud. Are you proud of me? എല്ലാ തവണയും ഗോൾഡ് എടുക്കാൻ വേണ്ടി ജോസ്കോയിൽ തന്നെ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കാണല്ലോ പോയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ വർ ഓൾ സോ സ്വീറ്റ് ടു മീ. ഇപ്പോൾ കണ്ടതാണ് അവിടുത്തെ ജനറൽ മാനേജർ വർഗീസ് സാർ. ആളൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര കൂളായിട്ട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജോസ്കോനെ പറ്റി ഞാനായിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിംഗ് ആയിട്ടുള്ള ജ്വല്ലറി ബ്രാൻഡ് തന്നെയാണ് ജോസ്കോ. നോർമലി എല്ലാ തവണയും പോയി കഴിയുമ്പോൾ നമ്മൾ സാധനം വാങ്ങും തിരിച്ചു വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ നടന്ന് എല്ലാ കളക്ഷൻസും കണ്ടിട്ടുണ്ടായിരുന്നു. ചോക്കറായാലും നെക്ലസ് ആയാലും വളകളായാലും ഞാനിങ്ങനെ എല്ലാം വായു പൊളിച്ച് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് നോക്കി നടന്നിട്ടുണ്ടായിരുന്നത്. ഓണസ്റ്റ് ആയിട്ട് പറയാ ഗൈസ്, വലിയ മാല ആയി കഴിഞ്ഞാലും ഞാൻ വാങ്ങിച്ച പോലത്തെ ഡെയിലി വെയർ മാല ആയി കഴിഞ്ഞാലും കുറേ കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗോൾഡ് എടുക്കാൻ പ്ലാൻ ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ജോസ്കോ. പിന്നെ നമ്മുടെ ചേട്ടൻ എന്തായാലും മറക്കണ്ട, നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഡെഫിനറ്റ്ലി സംസാരിച്ച് നോക്കുക, ആൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ പൈസ കൊടുക്കാൻ വേണ്ടി പോയി. നമ്മൾ സാധനമൊക്കെ സെറ്റാക്കി സാധനം അങ്ങോട്ട് വാങ്ങിച്ചെടുത്തു ഗൈസ്. Finally guys, I did it. Finally we did it guys, we did it. So ആദ്യം കയറി വരുമ്പോൾ ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ തുറക്ക്. I am so excited. അവിടെ വെച്ചതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ ഇപ്പോഴല്ലേ ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. യെസ് ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിയത്. ഒരു നെക്ലസും പിന്നെ ഒരു നെക്ലസും ഒരു ബ്രേസ്ലെറ്റും ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും അടുത്ത ആളുടെ ഒരു ബിഗ് പർച്ചേസിന് വേണ്ടി പോവാണ്. പുതിയൊരു ലാപ്ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹെവി ആയിട്ട് വന്നു, എന്നാൽ പിന്നെ ഹെവി ആയിട്ട് വെറുതെ ഇവിടെ പോകണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ പണം പൊട്ടേ പ്രതാപം വരട്ടെ, അതാണ് നമ്മുടെ ചാനലിൻ്റെ മോട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തത് ക്രോമയിലോട്ട് പോവാം. എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറ്റി 4 വാക്കുകൾ? എനിക്കാ? Oh, I'm proud of you. I am so proud of you എന്നൊക്കെ വേണ്ടി പറയാനായിട്ട്. എന്തായാലും ഓക്കെ ഗൈസ്, ജോസ്കോ ജ്വല്ലേഴ്സ്.
ഓക്കെ ഗൈസ്, സോ ജോസ്കോ ഐ ഹൈലി റെക്കമെൻഡ്. ഞാൻ യൂഷ്വലി വീട്ടിൽ നിന്ന് അമ്മയും ഞാനും അമ്മൂമ്മയൊക്കെ ആയിട്ട് സ്ഥിരം ജോസ്കോയിൽ തന്നെ എടുക്കാറുള്ളത്. സോ അതുകൊണ്ട് ഇപ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴും ജോസ്കോ തന്നെ മതി എന്നുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ എം സോ ഗ്ലാഡ്. കാരണം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ ഞാൻ വരുമ്പോൾ ഇങ്ങനെ എങ്ങനെ എടുക്കണം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തെടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കളക്ഷൻസ്, ഡയമണ്ട്സിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2-3 കൂടെ എടുക്കായിരുന്നു, ആ ഒരു ആക്രാന്തമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ജോസ്കോ ഗൈസ്. ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി വന്ന ഗൈസ്. കാര്യപ്പെട്ട് കുറേ കാര്യമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മൈക്ക് വർക്കായില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമയിൽ നമ്മൾ ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടി വന്നു. ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം ആ സാധനം അവിടെ ഉണ്ടോ എന്നുള്ളതല്ല അവർ പറയേണ്ടത്. ഞങ്ങൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം സെറ്റായി. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ടൈമിലാണ് അവർ പറഞ്ഞത് ലാപ്ടോപ്പ് ഇപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 വീക്കിന് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന്. അത് നമ്മുടെ ഈഗോ ഹേർട്ടായി. അപ്പോൾ തന്നെ സാധനം വേണ്ടാന്ന് പറയുന്നത് നമ്മൾ നേരെ വെച്ച് പിടിച്ചു എങ്ങോട്ട്? അസൂസിൻ്റെ ഒഫീഷ്യൽ ഷോപ്പിലോട്ട്. അസൂസിൻ്റെ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് തന്നെ. അസൂസിൻ്റെ ഒഫീഷ്യലായിട്ട് ഒരു ഷോപ്പുള്ള സമയത്താണ് നമ്മൾ ആ ക്രോമയിൽ പോയിട്ട് ഇത്ര നേരം വേസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു 7 മണിയാകുമ്പോഴേക്കും തീർന്ന് വീടെത്തേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ ആ ക്രോമക്കാർ കുറേ ടൈം വെറുതെ പേയ്മെൻറ്റിൻ്റെ പേരിൽ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലാപ്ടോപ്പ് നോക്കാൻ വേണ്ടി അസൂസിൽ എത്തിയത് തന്നെ ഒരു 7:30 ആകുമ്പോഴായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച സെയിം മോഡൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് A15 ആണ് നമ്മൾ എടുത്തത്, അവിടെ F15 ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സെയിം സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം തന്നെ ആയിരുന്നു. പിന്നെ ലാപ്ടോപ്പിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. മൊത്തത്തിൽ അത്യാവശ്യം നല്ല പോലെ അങ്ങോട്ട് വൈകി. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. വീട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈമിൽ എത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖവും വല്ല കടന്നിൽ കുത്തിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഈ ദിവസത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോയില്ലേ, ആ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ കറക്റ്റ് 1 വീക്കായി. ലാസ്റ്റ് സൺഡേ ആയിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അടുത്ത സൺഡേ ആയി. അതായത് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യണതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ ഈ ഔട്ട്ഡോർ എടുക്കുന്നത്. ആ ഒരു ഡേയിൽ ഞാൻ Q&A വീഡിയോ ഒക്കെ ഇടാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളും ആയിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം കിടപ്പായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, പറഞ്ഞ പോലെ ഞാൻ ഔട്ട്ഡോർ ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഇന്നാണെങ്കിൽ കറക്റ്റ് ഇതാ നല്ല ബൾബ് പോലൊരു സാധനം മുഖത്ത് ഇങ്ങനെ വന്ന് നിൽക്കണമുണ്ട്. എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഇതാ ഈ 2 ഐറ്റംസ് ആണ്. ഈ ഒരു നെക്ലസ് പറഞ്ഞാൽ ഒരു ചെയിനാണ്, ഡയമണ്ട് ആണ്. ഈ ഒരു ചെയിനും പിന്നെ ഈ കാണുന്ന ബ്രേസ്ലെറ്റും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാതെയാണ് പോയത്. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ ഗോൾഡിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. പക്ഷെ എന്നാലും പണ്ട് മുതലേ അമ്മയുടെയും കൂടെയൊക്കെ ഗോൾഡ് എടുക്കാൻ പോയി ഗോൾഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുമാണ്. അത് ഇപ്രാവശ്യം പോയി കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഒന്നാമത് ഞാൻ വലിയ ബഡ്ജറ്റ് മുടക്കി എടുക്കാനൊന്നും അല്ല പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ കുറേ ഗോൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു വർഷം എന്തെങ്കിലും ഗോൾഡ്, അതായത് ഇപ്പോൾ 1 ഗ്രാം ഗോൾഡ് ആണെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഒരെണ്ണം എടുക്കണം എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെ വാങ്ങിച്ചത്. എന്തായാലും ഐ എം സോ ഹാപ്പി, ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഞാനിപ്പോൾ കുറേ ആയിട്ട് എൻ്റെ വീഡിയോസിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അത് വെറുതെ അല്ല ഗൈസ് പറയുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മുമ്പിലോട്ട് വെച്ച് നീട്ടിയിട്ടാണ് നമ്മൾ ഇതിലൊക്കെ കയറി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ബേസിൽ നിന്ന് സ്ക്രാച്ചിൽ നിന്ന് ഒന്നും ഇല്ലാത്തതെന്ന് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഏൺ ചെയ്ത് അങ്ങനെയാണ് ഈ ആഗ്രഹങ്ങളൊക്കെ തീർത്തിട്ടുള്ളത്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇതിപ്പോൾ ഞാനിങ്ങനെ ഗോൾഡ് വാങ്ങിച്ചു അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു അത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടുന്നത് എൻ്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് ഫ്ലെക്സ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും അല്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് ഞാൻ ഭയങ്കര ഫ്ലെക്സിങ് ആയിട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. ബട്ട് ദിസ് ഇസ് മൈ ചാനൽ. ഇവിടെയാണ് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. ഓക്കെ, എല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീട്ടുകാരുടെ റിയാക്ഷൻ പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഫാമിലിയും കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ വലിയ റിയാക്ഷനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് വീടെത്താനായിട്ട് നല്ലപോലെ ലേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ പോയത് ഉച്ചയ്ക്കാണ്. അപ്പോൾ തിരിച്ച് ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തെത്താനായിട്ട് നല്ലപോലെ വൈകി.
അത് വൈകി കഴിഞ്ഞപ്പോൾ അവർക്ക് അതായിരുന്നു പ്രശ്നം. ഞാൻ ലേറ്റായി, ഞാനിങ്ങനെ പറയുന്നുണ്ട് സാധനം വാങ്ങിച്ചാൽ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അതൊന്നും ആരും കണ്ടില്ല, എല്ലാവർക്കും ഞാൻ ലേറ്റായിട്ട് എത്തിയതായിരുന്നു പ്രശ്നം. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഇതൊന്നും കാര്യമില്ല, നമുക്ക് മറ്റുള്ളവരുടെ വാലിഡേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ വാലിഡേഷനാണ് ആവശ്യം. #self-love അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് സമാധാനിപ്പിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താ വാങ്ങിച്ച് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടായി. ഓക്കെ ഗൈസ്, ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ഓക്കെ ഗൈസ്, see you in the next video. Bye. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh.